കേരളം ഒന്നാകെ കൊന്നുകളയാൻ കൊതിക്കുന്ന കൊടും ക്രിമിനലാണ് ഗോവിന്ദച്ചാമി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളിക്ക് തോന്നുന്നത് അറപ്പും വെറുപ്പുമാണ്. അത്രയ്ക്ക് നീച പ്രവൃത്തിയാണ് അയാൾ ചെയ്തത്. കേരള സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാളാണ് ഇയാൾ. 2011 ഫെബ്രുവരി 1 കേരളം കണ്ണീരണിഞ്ഞ ദിനമായിരുന്നു അന്ന്. ഷൊർണൂർ സ്വദേശിയായ യുവതിയെ റെയിൽവേ ട്രാക്കിനരികിൽ തലയ്ക്കു മാരക പരിക്കുകളോടെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വാർത്തയറിഞ്ഞ് കേരളം ഞെട്ടി. കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുകയായിരുന്ന 23-കാരിയായ യുവതിയെ വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഗോവിന്ദച്ചാമി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. പിന്നാലെ ചാടിയിറങ്ങിയ പ്രതി പാളത്തിൽ പരിക്കേറ്റ് കിടന്ന യുവതിയെ എടുത്തുകൊണ്ടുപോയി മറ്റൊരു പാളത്തിന് സമീപമെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കൃത്യത്തിന് ശേഷം യുവതിയുടെ മൊബൈൽ ഫോണും പേഴ്സിലെ പൈസയും കവർന്ന് ഇയാൾ രക്ഷപ്പെട്ടു. 1 മണിക്കൂറിലേറെ സമയം എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവിടെ കിടന്ന യുവതിയെ പിന്നീട് പരിസരവാസികളാണ് കണ്ടെത്തി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പ്രതി ഗോവിന്ദച്ചാമിയെ ഫെബ്രുവരി 4 പാലക്കാട്ട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന യുവതി ഫെബ്രുവരി 6 മരിച്ചു. കേരള സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാളാണ് ഗോവിന്ദച്ചാമി. ഒറ്റക്കയ്യൻ. സേലം വിരുതാചലം സമത്വപുരം ഐവത്തിക്കുടിയാണ് സ്വദേശം. അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുകൾ നിരവധി. പിടിച്ചുപറിക്കും മോഷണത്തിനുമായി തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഏറെക്കാലം മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. കേരളത്തിൽ ട്രെയിനിലെ കച്ചവടക്കാരന്റെ വേഷത്തിലായിരുന്നു. കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഗോവിന്ദച്ചാമി അമിത ലൈംഗികാസക്തിയുള്ള ആളാണെന്ന് ഫോറൻസിക് പരിശോധനയിലും കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷനുകളിലും തൊട്ടടുത്ത ചേരികളിലും സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ടെന്ന് ഇയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അമിത മദ്യപാനിയായ ഇയാൾ ലഹരിക്കും അടിമയാണ്. സംഭവ ദിവസം യുവതി യാത്ര ചെയ്ത ട്രെയിനിൽ ഗോവിന്ദച്ചാമി കൊച്ചി മുതൽ തന്നെയുണ്ടായിരുന്നു. തൃശൂർ എത്തിയതോടെ ലേഡീസ് കമ്പാർട്ട്മെന്റ് കാലിയായി. ഇതേ തുടർന്ന് യുവതി തൊട്ടുമുന്നിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മാറിക്കയറി. വെള്ളത്തോൾ നഗർ സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും ഈ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന 8 പേരും സ്റ്റേഷനുകളിൽ ഇറങ്ങി. ഇരുട്ട് പരന്നതും ട്രെയിൻ അനിയന്ത്രിതമായി വൈകുന്നതും മൂലം യുവതി ആശങ്കയിലായിരുന്നു. ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു. ഈ സമയം ഇരയെ നോക്കി വന്ന ഗോവിന്ദച്ചാമി യുവതിയെ കണ്ടു. ട്രെയിൻ വിട്ടതോടെ ഇയാളും ഈ കമ്പാർട്ട്മെന്റിൽ കയറി. ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ച ഇയാളെ പെൺകുട്ടി ചെറുത്തു. കമ്പാർട്ട്മെന്റിൽ അങ്ങുമിങ്ങും ഓടിയ യുവതി ബാഗിലെ പിടിവിട്ടില്ല. ഇതേ തുടർന്ന് വാതിലിന്റെ സമീപത്തെത്തിയപ്പോൾ പുറത്തേക്ക് ആഞ്ഞു തൊഴിച്ചു. അല്പം കൂടി മുന്നോട്ട് പോയ ട്രെയിനിൽ നിന്ന് ഗോവിന്ദച്ചാമിയും ചാടിയിറങ്ങി. ട്രാക്കിൽ തലയടിച്ച് രക്തം വാർന്ന നിലയിലായിരുന്നു യുവതി. ബോധം പൂർണ്ണമായി നശിച്ചിരുന്നില്ല. വേദന കൊണ്ട് പുളിയുന്ന യുവതിയെ തോളിലേറ്റി പാളങ്ങളുടെ സമീപത്ത് എത്തിച്ചാണ് പീഡിപ്പിച്ചത്. എതിർത്തപ്പോൾ കല്ലെടുത്ത് മുഖത്തും തലയിലും ഇടിച്ചു. യുവതിയുടെ പക്കൽ നിന്ന് വെറും 70 രൂപയും ഒരു സാധാരണ മൊബൈൽ ഫോണും മാത്രമാണ് ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചത്. പ്രതീക്ഷിച്ച പണം കിട്ടാതെ വന്നതിലുള്ള ദേഷ്യമാണ് ഹീനമായ കുറ്റകൃത്യത്തിന് ഗോവിന്ദച്ചാമിയെ പ്രേരിപ്പിച്ചത്. പിറ്റേന്ന് നടക്കാനിരുന്ന പെണ്ണുകാണൽ ചടങ്ങിനായാണ് യുവതി ഷൊർണൂർ പാസഞ്ചറിൽ പാമ്പാടി ഐവർമഠത്തിലുള്ള വീട്ടിലേക്ക് വന്നത്. യുവതിയെ അപായപ്പെടുത്തിയ പ്രതിക്കായി അന്ന് പോലീസ് രാത്രി നാട് മുഴുവൻ പരതുമ്പോൾ റെയിൽവേ സംരക്ഷണ സേനയുടെ ഒലവക്കോട്ടെ ലോക്കപ്പിൽ ഗോവിന്ദച്ചാമി സുഖമായി ഉറങ്ങുകയായിരുന്നു. ചെന്നൈ മേലിൽ ടിക്കറ്റില്ലാതെ ഒലവക്കോട് സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഗോവിന്ദച്ചാമിയെ പിച്ചക്കാരൻ എന്ന നിലയിലാണ് സേന കരുതൽ തടങ്കലിന് ലോക്കപ്പിലാക്കിയത്. എന്നാൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തില്ല. മാത്രമല്ല, ഷർട്ടിലെ രക്തക്കറിയുടെ കാരണം ആരാഞ്ഞപ്പോൾ പോലീസിനോട് കൂട്ടുകാരുമായി വഴക്കിട്ടപ്പോൾ പറ്റിയതാണെന്ന് മൊഴി നൽകി. യുവതിയെ ഉപദ്രവിക്കുന്നതിനിടെ സമീപവാസി വരുന്നത് കണ്ടാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. ഇതിനിടെ യുവതി അന്വേഷിച്ചു വന്ന നാട്ടുകാർ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ദൈന്യത അഭിനയിച്ചു രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമി ബസ്സിൽ തൃശൂർക്കും പിന്നീട് പാലക്കാട്ടേക്കും പോയി. തുടർന്നാണ് റെയിൽവേ സംരക്ഷണ സേനയുടെ പിടിയിലാകുന്നത്. സേലം ജയിലിൽ വെച്ച് പരിചയപ്പെട്ട തൃശൂർ സ്ഥിരവാസിയായ തമിഴ്നാട് സ്വദേശിയാണ് ഗോവിന്ദച്ചാമിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. പാലക്കാട് മുതൽ എറണാകുളം വരെയുള്ള റൂട്ടിൽ 20ഓളം മോഷണങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ട്രെയിനുകളിൽ യാത്ര ചെയ്ത് തരം കിട്ടിയാൽ മോഷ്ടിക്കുകയാണ് പതിവെന്ന് ഗോവിന്ദച്ചാമി സമ്മതിച്ചിരുന്നു. സംഭവ ദിവസം ഷൊർണൂർ പാസഞ്ചറിൽ സുഹൃത്തിനൊപ്പമാണ് ഗോവിന്ദച്ചാമി യാത്ര ചെയ്തത്. അമ്മ ലക്ഷ്മി അന്വേഷിക്കാനെന്ന വ്യാജേനയാണ് ഇയാൾ കമ്പാർട്ട്മെന്റുകളിൽ നിരീക്ഷണം നടത്തിയത്. ഗോവിന്ദച്ചാമിയുടെ ക്രൂരവും പൈശാചികവുമായ പ്രവൃത്തി കോടതിയെ പോലും ഞെട്ടിച്ചുവെന്ന് 1-ാം നമ്പർ അതിവേഗ കോടതി ജഡ്ജി കെ രവീന്ദ്രബാബു അഭിപ്രായപ്പെട്ടു. സ്ത്രീകൾക്കും സമൂഹത്തിനും ഗോവിന്ദച്ചാമി ഭീഷണിയാണ്. കടുത്ത ശിക്ഷ നൽകിയില്ലെങ്കിൽ ജനങ്ങൾക്ക് നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2013 ഡിസംബറിൽ ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചു.
എന്നാൽ 2016 സെപ്റ്റംബറിൽ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കുകയും പീഡനത്തിന് നൽകിയ ജീവപര്യന്തം തടവ് നിലനിർത്തുകയും ചെയ്തു. വധശിക്ഷ ലഭിക്കാനുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ. യുവതി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നതായി കണ്ടുവെന്ന് തങ്ങൾ യാത്ര ചെയ്ത കമ്പാർട്ട്മെന്റിന്റെ വാതിക്കൽ നിന്ന് മധ്യവയസ്കൻ പറഞ്ഞുവെന്നാണ് 4ാം സാക്ഷി ടോമി ദേവസിയും 40ാം സാക്ഷി അബ്ദുൾ ഷുക്കൂറും മൊഴി നൽകിയത്. പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ മൊഴികളും സുപ്രീം കോടതി കണക്കിലെടുത്തു. യുവതി സ്വയം ചാടിയതോ തള്ളിയിട്ടതോ സംഭവിച്ചതെന്തെന്ന് വ്യക്തമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കീഴ്ക്കോടതിയിലെ കേസ് നടത്തിപ്പിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ആരോപിക്കപ്പെടുന്ന കുറ്റത്തിന് വിരുദ്ധമായ സാക്ഷിമൊഴികൾ പോലും പ്രോസിക്യൂഷന്റേതായി ഉൾപ്പെടുത്തുന്നതിന് കാരണമായതെന്ന് വിലയിരുത്തപ്പെട്ടു. 2017 ഏപ്രിലിൽ സർക്കാർ നൽകിയ പിഴവ് തിരുത്തൽ ഹർജിയും സുപ്രീം കോടതി തള്ളി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് മുതൽ ഗോവിന്ദച്ചാമി ഉദ്യോഗസ്ഥർക്ക് സ്ഥിരം തലവേദനയായിരുന്നു. ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് ആത്മഹത്യാ നാടകത്തിലായിരുന്നു തുടക്കം. പിന്നീട് പൂജപ്പുരയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട നിരാഹാരം. എല്ലാ ദിവസവും ബിരിയാണി വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. സെല്ലിനുള്ളിലെ CCTV ക്യാമറ തകരാറിലാക്കി. ജയിൽ ജീവനക്കാർക്കെതിരെ വിസർജ്യമെറിഞ്ഞു. ജയിലിലെ അക്രമത്തിന്റെ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദച്ചാമിയെ 10 മാസം തടവിന് ശിക്ഷിച്ചു. 2012 മാർച്ചിലായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ആത്മഹത്യാ നാടകം. പ്രാഥമിക കുറ്റകൃത്യങ്ങൾക്കായി സെല്ലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ മേൽക്കൂരയിലെ കഴുക്കോലിൽ ഒറ്റക്കൈ കൊണ്ട് ഉടുമുണ്ട് കെട്ടാൻ ശ്രമിച്ചു. ഓടിയെത്തിയ വാർഡന്മാരും സഹതടവുകാരും ചേർന്ന് പിന്തിരിപ്പിച്ച് സെല്ലിലടച്ചു. മറ്റുള്ളവരുടെ കൺമുൻപിൽ നടത്തിയ ആത്മഹത്യാ ശ്രമം നാടകമാണെന്ന് വ്യക്തമായത് തൊട്ടു പിന്നാലെ സൂപ്രണ്ടിന് കത്ത് കൊടുത്തപ്പോഴാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തരീക്ഷം പിടിക്കുന്നില്ലെന്നും ബന്ധുക്കൾക്ക് വന്നു കാണാൻ സൗകര്യത്തിന് പൂജപ്പുരയിലേക്ക് മാറ്റണമെന്നുമായിരുന്നു കത്തിലെ ആവശ്യം. സ്വദേശമായി തമിഴ്നാട്ടിലെ ഏതെങ്കിലും ജയിലിലേക്ക് മാറ്റണമെന്നുള്ള ഗോവിന്ദച്ചാമിയുടെ അപേക്ഷ 2024 മാർച്ചിൽ ജയിൽ വകുപ്പ് മേധാവി നിരസിച്ചു. തമിഴ്നാട് കടലൂരിലെ സമത്വപുരം സ്വദേശിയാണ് ഗോവിന്ദച്ചാമി. ഇയാൾ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് വരുത്തി ശിക്ഷയിൽ ഇളവ് നേടാനും ശ്രമിച്ചിരുന്നു. വധശിക്ഷ റദ്ദാക്കിയ ശേഷമാണ് അക്രമ സ്വഭാവം അവസാനിപ്പിച്ചത്.